നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുർബലമായി രാജ്യാന്തര റബ്ബർ വിപണി. രാജ്യാന്തര റബ്ബർ വിപണി സാങ്കേതികമായി ദുർബലമാകുന്നു. ഉൽപ്പാദകർ കരുതലോടെ ചുവടുവച്ചില്ലെങ്കിൽ ടയർ കമ്പനിക്കാർ തനി നിറം പുറത്തു കാട്ടും. ജലാംശത്തിൻ്റെ പേര് പറഞ്ഞ് ഉത്തരേന്ത്യൻ ലോബി കുരുമുളക് വില ഇടിച്ചു. പച്ച ഇഞ്ചി വില ഉയർന്നതോടെ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ചുക്ക് വില ഇടിക്കാനുള്ള നീക്കം. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്ന വിപണി നിർജീവം. തമിഴ്നാട് ചില പ്രത്യേക ഗ്രൂപ്പുമായി ചേർന്ന് കൃത്രിമ വിലക്കയറ്റത്തിന് കൂട്ടുനിന്നു. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ സെല്ലിംഗ് മൂഡിലേക്ക് പ്രവേശിച്ചത് അവസരമാക്കി ഊഹക്കച്ചവടക്കാർ. ഈ വാരം വിപണിക്ക് 400 യെന്നിലെ സപ്പോർട്ട് നിർണായകമാകും. തായ്ലൻഡിൽ പ്രതികൂല കാലാവസ്ഥ ടാപ്പിങ്ങിന് തടസ്സമുളവാക്കിയാലോ യെന്നിൻ്റെ വിനിമയ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചാലോ ഒരു ബുൾ ബാക്ക് റാലിക്ക് അവസരമൊരുങ്ങും. പിന്നിട്ട വാരം ജപ്പാനിൽ റബ്ബർ കിലോ 413 യെന്നിൽ നിന്ന് 417 യെന്നിലേക്ക് ഉയർന്ന അവസരത്തിൽ ഉടലെടുത്ത വിൽപ്പന സമ്മർദ്ദത്തിൽ 403ലേക്ക് ഇടിഞ്ഞെങ്കിലും ക്ലോസിംഗിൽ പഴയ നിലവാരമായ 413ലാണ്. നിലവിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ റബ്ബർ 403ലെ താങ്ങ് നിലനിർത്തി 418 മുതൽ 420 യെന്നിലേക്ക് ഉയരാൻ ശ്രമം നടത്താം. വിപണിയുടെ 50 ദിവസങ്ങളിലെ ശരാശരി കണക്കിലെടുത്താൽ 436 മുതൽ 448ലേക്ക് സഞ്ചരിക്കാമെങ്കിലും അത്തരമൊരു തിരിച്ചുവരവിന് 10% സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉയർന്ന തലത്തിൽ വിൽപ്പനക്കാർ ഇറങ്ങിയാൽ റബ്ബർ 386ലേക്ക് തിരുത്തലിന് വിധേയമാകും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ 360 യെന്നിൽ താങ്ങ് കണക്ക് കൂട്ടാം. ഇതിനിടയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളും ചൈനീസ് വ്യവസായികളിൽ നിന്ന് ഡിമാൻഡ് ശക്തമായാൽ റബ്ബറിൽ തിരിച്ചുവരവിന് അവസരമൊരുങ്ങും. ജൂണിൽ തായ് വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില ഏകദേശം 11% ഇടിഞ്ഞു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ ശക്തമാക്കും. ചൈനീസ് ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം മന്ദഗതിയിലായത് ബാങ്കോക്കിൽ റബ്ബറിനെ തളർത്തി. നിരക്ക് കിലോ 288 രൂപയിൽ നിന്ന് വാരാന്ത്യം 271 രൂപയായി. വിദേശത്തെ തളർച്ച ആഭ്യന്തര വില ഇടിക്കാനുള്ള അവസരമാക്കാൻ ഇന്ത്യൻ ടയർ ലോബി നീക്കം നടത്തിയെങ്കിലും കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് ക്ഷാമം താങ്ങായി. 4ാം ഗ്രേഡ് കിലോ 266 രൂപയിൽ നിന്നും 270ലേക്ക് ഉയർന്നു. 5ാം ഗ്രേഡ് 266ലും ഒട്ടുപാൽ 173 രൂപയിലും ലാറ്റക്സ് 165 രൂപയിലുമാണ്. കുരുമുളകിന് ഡിമാൻഡ്. ഉത്സവ സീസൺ അടുത്തതോടെ ഉത്തരേന്ത്യയിലെ വൻകിട കറി മസാല നിർമ്മാതാക്കൾ കുരുമുളകിനായി പരക്കം പായുകയാണ്. അവർക്ക് മുന്നിലുള്ള മാസങ്ങളിലെ ആവശ്യത്തിനുള്ള ചരക്ക് ഇനിയും സംഭരിക്കാനായിട്ടില്ല. ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള നാടൻ ചരക്ക് വരവ് ശക്തമല്ല. അതേസമയം കലർപ്പുള്ള വിദേശ മുളക് വിൽപ്പനയ്ക്കിറക്കുന്നതിൽ ജലാംശത്തോത് ഉയർന്നു നിൽക്കുന്നത് വാങ്ങലുകാരെ നിരക്കിടിക്കാൻ പ്രേരിപ്പിച്ചു. നാടൻ കുരുമുളക് ആവശ്യമുള്ളവർ തന്നെയാണ് ഇത്തരം ഈർപ്പമുള്ള കുരുമുളക് രംഗത്തിറക്കി വിലയിടിക്കാനുള്ള അണിയറ നീക്കത്തിന് പിന്നിലെന്ന് വിപണി വൃത്തങ്ങൾ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 70,400 രൂപയിൽ നിന്നും വാരാന്ത്യം 69,700 രൂപയായി. രാജ്യാന്തര വിപണിയിൽ മലബാർ മുളക് വില ടണ്ണിന് $7,650, ഇന്തോനേഷ്യ $6,700, ബ്രസീൽ $5,600, വിയറ്റ്നാം $6,400 കൊട്ടേഷൻ ഇറക്കി. ഇഞ്ചിക്കും നേട്ടം. ചുക്ക് വിപണിയിലെ വിലക്കയറ്റത്തിനിടയിൽ പച്ച ഇഞ്ചി വിലയും ചൂടുപിടിക്കുന്നത് കണ്ട് ഒരു വിഭാഗം വാങ്ങലുകാർ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞു. കൊച്ചിയിൽ മീഡിയം ചുക്ക് 32,500 രൂപയിലും ബെസ്റ്റ് ചുക്ക് 35,000 രൂപയിലുമാണ് ഇടപാടുകാർ തുറക്കം കുറിച്ചത്. ചുക്കിൻ്റെ വിലക്കയറ്റം കണ്ട് ഇഞ്ചി കർഷകർ അവരുടെ ഉൽപ്പന്നത്തിന് കൂടിയ വില ആവശ്യപ്പെട്ടത് ചുക്കിനായി രംഗത്തെത്തിയ കയറ്റുമതിക്കാരെയും ആഭ്യന്തര വ്യവസായികളെയും ഞെട്ടിച്ചു. ഇഞ്ചി വില കിലോ 260 രൂപയിലേക്ക് മുന്നേറിയതിനിടയിൽ മീഡിയം ചുക്ക് വില 31,000 രൂപയിലേക്കും ബെസ്റ്റ് ചുക്ക് 32,500 രൂപയായും താഴ്ന്നു. ഇന്ത്യൻ മാർക്കറ്റിലെ വിലക്കയറ്റ വിവരം അറബ് രാജ്യങ്ങളിൽ നിന്ന് പുതിയ അന്വേഷണങ്ങൾക്ക് വഴിയൊരുക്കി. എന്നാൽ വിദേശ വ്യാപാരം സംബന്ധിച്ച വിവരങ്ങൾ കയറ്റുമതി ലോബി രഹസ്യമാക്കുന്നു. ഇതിനിടയിൽ പല ഭാഗങ്ങളിലും ഇഞ്ചി കൃഷിക്ക് വിളനാശം സംഭവിച്ചത് വിലക്കയറ്റത്തിന് വേഗത പകരാം. വെളിച്ചെണ്ണയ്ക്ക് കൃത്രിമമായി വില കയറ്റാൻ ശ്രമം. വെളിച്ചെണ്ണയ്ക്ക് വിദേശ ഓർഡറുകൾക്ക് സാധ്യത മങ്ങിയതിനിടയിൽ തമിഴ്നാട് ലോബിയുമായി ചേർന്ന് വില കൃത്രിമമായി ഉയർത്താൻ കേരളത്തിൽ നിന്നുള്ള സംഘം. ഇവിടെ താഴ്ന്ന വിലയ്ക്ക് കൊപ്ര ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനത്ത് ചെന്ന് കൂടിയ വിലയ്ക്ക് ചരക്ക് സംഭരണം നടത്തുന്നതായാണ് വിപണി വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അതും ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം വൻ വിലയ്ക്ക് ചരക്ക് സംഭരിക്കുന്നതിൻ്റെ ചേതോവികാരം നമ്മുടെ നാളികേര കർഷകർക്ക് ഇനിയും മനസ്സിലാവുന്നില്ല.
കേരളത്തിൽ താഴ്ന്ന വിലയ്ക്ക് ലഭിക്കുന്ന കൊപ്ര ശേഖരിച്ച് നമ്മുടെ ഉൽപ്പാദകർക്ക് താങ്ങു പകരാനല്ലേ സർക്കാർ ഏജൻസി ശ്രമിക്കേണ്ടത്? അതല്ലെങ്കിൽ കൊച്ചി വിലയിലും കിൻഡലിന് 2350 രൂപ കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചെണ്ണ ശേഖരിച്ച് ഇവിടെ വിൽപ്പന നടത്തി ഉപഭോക്താക്കൾക്കെങ്കിലും ആശ്വാസം പകരാമായിരുന്നു. എന്തായാലും കാട്ടിലെ തടി തേവരുടെ ആന, എന്ത് നോക്കാൻ അല്ലേ? സംസ്ഥാനത്ത് സർക്കാർ മാത്രമേ മാറിയിട്ടുള്ളൂ, വീഞ്ഞ് പഴയത് തന്നെ. കൊച്ചിയിൽ തുടർച്ചയായ 3-ാം വാരത്തിലും വെളിച്ചെണ്ണ 22,200 രൂപയിൽ സ്റ്റഡിയാണ്. കൊപ്ര വില 13,100 രൂപ. തമിഴ്നാട്ടിൽ എണ്ണവില 19,850 രൂപയിലും കൊപ്ര 13,250 രൂപയിലുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.